നമ്മൾ ഈ മതേതരത്വം എന്ന് നാഴിക 40 വട്ടം പറയുന്നുണ്ട്. ഇപ്പോൾ മതേതരത്വത്തിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കേരളത്തിലെ 2 പേർ, ഒന്ന് PC ജോർജും ഒന്ന് വെള്ളാപ്പള്ളി ആണെന്നാണ് ഇടതുപക്ഷക്കാരും ഇസ്ലാമിസ്റ്റുകളും പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മതേതരത്വം? എങ്ങനെയാണ് ഇത് ഇവിടെ നടപ്പാകുന്നത്? അല്ല, ഈ മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ പറയുന്നവരിൽ സത്യസന്ധമായിട്ട് ഈ പ്രശ്നത്തെ കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാവരും പുണ്ണിൻ്റെ മേലെ സെൻറ്റ് പുരട്ടിയിട്ട് ആ സ്മെല്ല് നല്ല സുഗന്ധമുണ്ടെന്ന് പറയുന്നവരാണ്. കാരണം മതേതരത്വത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് അത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങളിലേക്ക് പോകേണ്ടി വരും. ആ അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തിൽ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും കഴിയുള്ളൂ. ഞാൻ ഒരു കാര്യം വായിക്കാം. ഇത് ഖുറാനിൽ സൂറ 9 ആയത്ത് 29. അതിൻ്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ, അതായത് ദൈവത്തിൽ വിശ്വസിക്കാത്തവർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവർ, അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കാത്തവർ, ഇവരെല്ലാം ഇവർക്കെതിരെ നിരന്തരമായി ജിഹാദ് നടത്തണം. ഒന്നാമത്തെ വ്യവസ്ഥ. ഇനി അതിൽ ഈ വേദപുസ്തകങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും അവരെ ഒഴിവാക്കരുത്. വേദപുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഹിന്ദുക്കൾക്ക് വേദം ഉള്ളതായിട്ട് മുഹമ്മദ് നബിക്ക് അറിവുണ്ടായിരുന്നില്ല. അത് കാരണം അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെന്നിപ്പോൾ അറിയാമല്ലോ. ഉണ്ടെന്നിപ്പോൾ അറിയാമല്ലോ. ഇപ്പോഴാണ് അതിനെക്കുറിച്ച്. പക്ഷെ എന്നാലും ലിസ്റ്റ് വലുതായി. അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇത് ഖുറാനിൽ പറയാത്ത കാരണം ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഖുറാനിൽ 2 വേദമുള്ളവരുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും. 4 വേദമുള്ള ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അത് കാരണം ഹിന്ദുക്കൾക്ക് വേദമില്ലാത്തവരുടെ കാറ്റഗറിയിലാണ് അവർ പെടുക. വേദമുള്ളവരുടെ കാറ്റഗറിയിലാണെങ്കിലും അവരെ നിർബന്ധിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം അത് സത്യമതം അത് മാത്രമാണ് ഉള്ളത്. അത് മാത്രം. ബാക്കി മതങ്ങളൊക്കെ അസത്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവർ നമുക്ക് ഇസ്ലാമിന് കീഴ്പ്പെട്ട് ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മേൽ ജസിയ ചുമത്തണം. ബംഗ്ലാദേശിൽ ഇപ്പോൾ അത് ചുമത്തി തുടങ്ങി. അതെ, മതനികുതിയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരം താഴ്ന്ന ജനതയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ 712 മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമിച്ചതിന് ശേഷം ഇവിടെ ജസിയ നടപ്പിൽ വന്നു. അന്നാണ് ജസിയ നടപ്പിൽ വന്നത്. ഇവിടെ ജസിയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ ഐക്യത്തിലായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ജസിയ നടപ്പിലാക്കിയിട്ടുള്ള വേറെ കക്ഷിയുണ്ട്. ഫിറോസ് ഷാ തുഗ്ലക്ക്, അലാവുദ്ദീൻ ഖിൽജി, അറംഗസേബ്, കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാർ, അടിമ രാജവംശത്തിൻ്റെ സ്ഥാപനം. അതെ, ഇവരെല്ലാവരും തന്നെ ജസിയ നടപ്പിലാക്കിയിട്ടുള്ളവരാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ ജസിയയും മതേതരത്വവും ഒരുമിച്ച് പോകുമോ? ചോദ്യം ചോദിക്കണ്ടേ? ജസിയയും മതേതരത്വവും ഒരുമിച്ച് പോകുക? നിങ്ങളുടെ മതം ഇൻഫീരിയർ ആണ് എന്ന് പറയുന്നു. നിങ്ങൾ സത്യവേദമല്ല, നിങ്ങളുടെ അസത്യവേദമാണ് എന്ന് പറയുന്നു. നിങ്ങൾ സഹസ്രാബ്ദങ്ങളായി പിന്തുടരുന്നു വരുന്ന നിങ്ങളുടെ ദൈവങ്ങൾ വ്യാജ ദൈവങ്ങളാണ് എന്ന് പറയുന്നു. യഥാർത്ഥ ദൈവം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അത് അല്ലാഹു മാത്രമാണ് എന്ന് പറയുന്നു. അങ്ങനെ അല്ല എന്ന് പറയാനുള്ള എൻ്റെ അവകാശം അംഗീകരിക്കുന്നില്ല. എനിക്കതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന്? 5000 ആണ്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് തുടങ്ങിയ എൻ്റെ ജീവിതത്തിൻ്റെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദൈവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പാരമ്പര്യം. അല്ല, ഇത് ഇസ്ലാം മാത്രമല്ലല്ലോ പറയുന്നത്, ക്രിസ്ത്യൻ വിശ്വാസവും ഇത് തന്നെയല്ലേ? ക്രിസ്ത്യൻ വിശ്വാസവും ഇത് തന്നെ. യേശുവിൽ വിശ്വസിക്കാത്തവരെല്ലാം പാപികളാണ്. അല്ല, ജന്മപാപത്തിലൂടെ നാശവും ക്രിസ്തുവിലൂടെ മോക്ഷവും. അതിന് മുണ്ടശ്ശേരി ഒരു തിരുത്തു വരുത്തി. ക്യാപിറ്റലിസത്തിലൂടെ നാശവും കമ്മ്യൂണിസത്തിലൂടെ മോക്ഷവും എന്നാക്കി മുണ്ടശ്ശേരി ഒരു തിരുത്തു വരുത്തി.
ശരി, അങ്ങനെ ഒരു തിരുത്തം കൂടി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജനിച്ചവരെല്ലാം പാപികളാണ് എന്നുള്ളൊരു സങ്കല്പവും ആ പാപികളെ മുഴുവനും യേശുവിങ്കിൽ ചെന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന സങ്കല്പവും മതേതര വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. സെമിറ്റിക് മതങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഒരു സ്വഭാവമാണത്. അപ്പോൾ സെമറ്റിക് മതങ്ങളുടെ സ്വഭാവമാണ്, ആ സ്വഭാവം തന്നെയാണ് ഇസ്ലാമും പിന്തുടരുന്നത്. പക്ഷേ ഇപ്പോഴെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മതേതരത്വമാണ്. അതെങ്ങനെ ശരിയാകും? അപ്പോൾ ഇസ്ലാമിലാണ് മതേതരത്വം ഉള്ളതെന്നും ഇസ്ലാം മതേതരമാണ് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചോദ്യത്തിന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ഇസ്ലാമിക മത നേതാക്കളും ഉത്തരം കിട്ടണം. അതെന്താണെന്നറിയാം? ഒറ്റ ചോദ്യമേ ഉള്ളൂ. സർവമത സമത്വവാദം, അതാണല്ലോ നമ്മുടെ മതേതരത്വം. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ റിലീജിയൻസ്, ഇക്വാലിറ്റി ബിഫോർ ലോ ഫോർ ഓൾ റിലീജിയൻസ്, അതാണല്ലോ. അത് ഇവർ അംഗീകരിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളിയെ പറയുന്ന സമയത്ത് വെള്ളാപ്പള്ളിയെ പറയുമ്പോൾ ഒരു ചോദ്യം വരുന്നത് എന്താ വെച്ചാൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ വെള്ളാപ്പള്ളിയോട് ചോദിക്കുമ്പോൾ യേശുദേവൻ്റെ ആശയങ്ങൾ ബിഷപ്പുമാരോട് ചോദിക്കണ്ടേ? ലവ് തൈ എനിമി, ദ ഹെവൻ ഈസ് ഇൻ യു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ മഹത്തായ വചനങ്ങൾ, ആ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം പോലെ സ്നേഹിക്കുക എന്നല്ല പറഞ്ഞതിനർത്ഥം. ശത്രുമിത്ര ഭാവങ്ങൾക്ക് അതീതമായ കേവല സ്നേഹം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കേവല സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ യേശുദേവനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മതപരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമില്ലേ? അതെ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ അതൊന്നും ആരോടും ചോദിക്കാറില്ല, ചോദിക്കാൻ പാടില്ല. അല്ല, ഏതെങ്കിലും ഒരു ബിഷപ്പിനോട് ഈ ചോദ്യം ചോദിക്കില്ല. പക്ഷേ ഈ ചെല്ലുന്ന ഈ വാർത്താ വടിയുമായി ചെല്ലുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും വെള്ളാപ്പള്ളി നടേശനെ കണ്ടു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വത്തെക്കുറിച്ച് ചോദിക്കും. എന്താ ഇവരോട് ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് മുനീറും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും അടങ്ങുന്ന ഒരു സംഘം ഞങ്ങൾ മതേതരത്വത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 9-ാമത്തെ സൂറയിലെ 29-ാമത്തെ വാക്യവുമായിട്ട് എങ്ങനെ ഇത് ബന്ധപ്പെടും എന്ന് ചോദിക്കണ്ടേ? എന്താ ഇവർ ചോദിക്കാത്തത്? അപ്പോൾ പറയുന്നത് അത് ചോദിച്ചു കഴിഞ്ഞാൽ മതേതരത്വം ഇല്ലാതെയാകുമെന്നാണ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? വെൻ യു ആർ ഇൻ ഡൗട്ട് യു ഗോ ടു ദ ഫണ്ടമെൻ്റൽസ്. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് സംശയം വരുമ്പോൾ അതിൻ്റെ മൗലിക പ്രമാണത്തിലേക്ക് പോയിട്ട് മൗലിക പ്രമാണത്തിൻ്റെ അർത്ഥമാണ് നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്വൈത വേദാന്തത്തെക്കുറിച്ച് പ്രചുരമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നൊരു കാലത്ത് നിങ്ങൾ ഹൈന്ദവധർമ്മത്തെക്കുറിച്ച് പറയുകയും ഹൈന്ദവധർമ്മം അദ്വൈത വേദാന്തമാണ് എന്ന് പറയുകയും ചെയ്തതിന് ശേഷം ആ ഹൈന്ദവധർമ്മം സംരക്ഷിക്കാനിരിക്കുന്ന തിരുവിതാംകൂറിലെ മഹാരാജാവ് എന്തുകൊണ്ടാണ് ജാതി ഭേദത്തെ അംഗീകരിക്കുന്നത് എന്ന ചോദ്യം വളരെ സൗമ്യമായ ഭാഷയിൽ ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ചു. കാരണം അദ്വൈത വേദാന്തത്തിൻ്റെ തത്വസംഹിതയ്ക്ക് അനുസൃതമായി നോക്കുമ്പോൾ ഭേദവിചാരത്തിന് അതീതമായൊരു ജീവിത രീതി രൂപപ്പെടുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്ന് ആ ഫണ്ടമെൻ്റലിലേക്ക് പോയിട്ട് ഗുരുദേവൻ തിരുത്തല്ല, അതിനെ വിപുലീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മതേതരത്വം പോലുള്ളൊരു സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗഹനമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഓരോ മതങ്ങളും അതിൻ്റെ ഫണ്ടമെൻ്റൽ തത്വത്തിലേക്ക് പോയിട്ട് അത് കണ്ടെത്തണം. അത് വേണ്ടേ? അല്ലാതെ പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? അതെ, അത് ചെയ്യില്ല. അത് ചെയ്യില്ല എന്ന് മാത്രം. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇന്ത്യയിൽ ജസിയ ചുമത്തിയത്? 712 തുടങ്ങി. പിന്നെ എന്ന് വരെ നിന്നത്? ബ്രിട്ടീഷുകാർ വന്ന് ഏറ്റെടുക്കുന്നത് വരെ. അതുവരെ നിന്നില്ലേ? ഇവിടെ 1000 ആണ്ടുകളോളം ഈ രാജ്യത്തെ മനുഷ്യർ അവർ ജനിച്ച് ജീവിച്ച അവരുടെ വൈദിക സംസ്കാരം, അവരുടെ ഈശ്വര സങ്കല്പം,
അവരുടെ ജീവിതചര്യകൾ, അവർ കണ്ടെത്തിയിരിക്കുന്ന മഹാസത്യങ്ങൾ, ഈ സത്യങ്ങളൊക്കെ അപ്രസക്തങ്ങളാണ് എന്ന് അവരോട് പറയുകയും നിങ്ങൾക്കതിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കപ്പം തന്നം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു മതത്തോട് എങ്ങനെയായിരിക്കണം സമീപനം? ഈ ചോദ്യം വരില്ലേ? അപ്പം ചോദിക്കുക ഇപ്പോൾ ഉണ്ടോയെന്ന്. ഇപ്പം നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. നേരത്തെ സുനി പറഞ്ഞില്ലേ ബംഗ്ലാദേശിൽ തുടങ്ങിയെന്ന്. അതെ. അപ്പോൾ ഇവിടെ ഇപ്പം നിവൃത്തി വന്നു കഴിഞ്ഞാലേ മലപ്പുറത്ത് അങ്ങനെ ഒരു ജസിയ ഏർപ്പെടുത്തില്ല എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം ഭൂരിപക്ഷം എന്ന് എവിടെയൊക്കെ ഇസ്ലാമിനുണ്ടായിട്ടുണ്ടോ അന്ന് അവിടെയൊക്കെ അവർ ജസിയ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും ഈ പ്രവാചക മതങ്ങൾ എന്ന് പറയുകയും സെമറ്റിക് മതങ്ങൾ ഈ തത്വം അവരുടെ ഒരു മതം മാത്രമാണ് ആത്യന്തികമായ സത്യം പറയുന്നത്. ഇവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ നോക്കുക, അവിടെ ജസിയ ഒന്നും ഇല്ലല്ലോ. അവിടെ ജസിയ ഒന്നും ഇല്ലല്ലോ. അവിടെ അതിന് മറ്റുള്ളവർക്ക് എന്താ റോള്? അത് ഇസ്ലാമിക് രാജ്യമാണ് സാർ. ഇസ്ലാമിക രാജ്യങ്ങളിൽ മറ്റുള്ളവർ ജീവിക്കുന്നില്ലേ? അവരവിടെ പൗരന്മാരല്ല സാർ. അവർ പൗരന്മാരാണ്. അല്ല ഇത് പറയുമ്പോൾ ഉടനെ മറുചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. അല്ല, അതെ, അവർ പൗരന്മാരാണോ അവിടെ? അവർക്ക് അവിടെ എന്താ റോള്? ഒരവകാശമില്ല. അവിടെ പോയി കൂലിപ്പണി എടുക്കുന്നത്, തിരിച്ചു പോരുന്നു. അവിടെ പോയി കൂലിപ്പണി എടുത്ത് തിരിച്ചു. ഏറ്റവും വലിയ കൂലിപ്പണിക്കാരനാണ് നമ്മുടെ മുതലാളി. ആരെ? ലുലു മുതലാളി. ലുലു മുതലാളിയും അറബിയുടെ മുമ്പിൽ കൂലിപ്പണിക്കാരൻ മാത്രമാണല്ലോ. അവിടെ വന്ന് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അവിടെ വന്ന് അവരുടെ ഔദാര്യത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. കാരണം അവിടെ ഇപ്പോഴും ഇത് മുഴുവനായിട്ടില്ല. ഇതിനു മുൻപ് ഈ ലുലു മുതലാളി നടത്തിയിരിക്കുന്ന, യൂസഫ് അലി നടത്തിയിരിക്കുന്ന എല്ലാ ബിസിനസ്സിൻ്റെയും ആസ്തി ബാധ്യതകൾ മുഴുവൻ ആരുടെ പേരിലായിരുന്നു? ഒരു സ്പോൺസറുടെ പേരിലായിരുന്നു. സ്പോൺസർ ഒരു അറബിയുടെ പേരിലാണ്. കാരണം അറബി അല്ലാത്തവർക്ക് അവിടെ ഭൂമിയില്ല, അവർക്ക് പൗരത്വമില്ല, ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്, മതാധികാരങ്ങളില്ല. ഇപ്പോഴും മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മതാധികാരങ്ങളില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാം എന്നുള്ളതാണ്. അപ്പോൾ രാജ്യം ഭരിക്കുന്ന, പിന്നെ വേറൊരു കാര്യം, അവിടെ ഇസ്ലാമിൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഗൾഫിൽ മതേതരത്വം ഒഴുകുന്നു എന്ന് പറയില്ലേ? സൗദി അറേബ്യയിൽ എവിടെയാണ് മതേതരത്വം ഉള്ളത്? ഖത്തറിൽ എവിടെയാണ് മതേതരത്വം ഉള്ളത്? ഒമാനിൽ എവിടെയാണ് മതേതരത്വം ഉള്ളത്? അതെല്ലാം മതരാഷ്ട്രങ്ങളല്ലേ. ആ മതരാഷ്ട്രങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം മതരാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നു. അവിടെ പിന്നെ മറ്റുള്ളവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്തിനാണ്? അവർക്ക് അവിടെ ഒരു റോളും ഇല്ലല്ലോ സാർ. വരുന്നു, പറഞ്ഞു വിടുന്നവരെ അവിടെ അല്ല, കൂലിപ്പണിക്കാരായിട്ട് അവിടെ വരുന്നു. ഗൾഫിൽ ചെല്ലുന്ന ഏത് ലുലു മുതലാളി അടക്കമുള്ളവരെല്ലാം അവിടെ കൂലിപ്പണിക്കാരാണ്. ഇവിടെ വരുമ്പോൾ ലുലു വലിയ മുതലാളിയാണ്, വലിയ രീതിയാണ്, അദ്ദേഹമാണ് രാജ്യം മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കൂലിപ്പണിക്കാരനാണ്. ഇസ്ലാം ആണെങ്കിലും ഇസ്ലാമായിട്ട് എന്താ കാര്യമുള്ളത്? ഇവിടുത്തെ ഇസ്ലാമിനെ അവരംഗീകരിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇവർക്ക് അവിടെ കൊടുക്കേണ്ട, ഇവർക്ക് പൗരത്വം കൊടുക്കേണ്ടതല്ലേ? കാരണം ഇവിടെ മതം മാറിയ മുസ്ലിങ്ങളാണെന്നാണ് അവർ പറയുന്നത്. ഒറിജിനൽ അല്ല. അങ്ങനെയല്ല, ഇൻഫീരിയർ മുസ്ലിംസ് ആണ്. അതാ പറഞ്ഞേ. അത് ഇവിടെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? എൻ്റെ സ്നേഹിതൻ അബ്ദുൽ അസീസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ VC വൈസ് ചാൻസലറായിരുന്നു. അന്ന് ഞാൻ അവിടെ ഈ സോഷ്യൽ സയൻസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഞാൻ ഫാക്കൽറ്റിയുടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോകാറുണ്ട്. നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇദ്ദേഹത്തെ മുസ്ലിമായി അംഗീകരിച്ചിരുന്നില്ല എന്ന് കേരളത്തിലുള്ള ആളെ അബ്ദുൽ അസീസിന എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആപ്പീസ് തീയിടുകയും ചെയ്തു. തീയിട്ട് അതെന്തിന്? അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 3.5 കൊല്ലം അദ്ദേഹം യൂണിവേഴ്സിറ്റി ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ റെസിഡൻസിൽ ഇരുന്നുകൊണ്ടാണ്, 60 CRPFകാരുടെ സംരക്ഷണയിൽ. ഇവിടെ നിന്ന് മുസ്ലിമാണ്, പക്ഷെ അവിടെ മുസ്ലിമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അലിഗഡിലെ ഒരു പ്രത്യേകതരം മുസ്ലിംസാണ്. അവർ ആഢ്യന്മാരാണ്, അവർ ഭരണാധിപന്മാരാണ്. അവരുടെ രക്തം എന്ന് പറഞ്ഞാൽ രാജകീയ രക്തമാണ്. ഇവിടെ അടിമകളാണ്. കുഞ്ഞാലിക്കുട്ടിയൊക്കെ അവിടെ പോയി അലിഗഡിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിക്കൊന്നും ഒരു റോളില്ല. നമ്മുടെ സംസ്കൃതവും ഉറുദുവും എല്ലാം പറയുമെങ്കിലും അബ്ദുൾ സമദ് സമദാനിയും അലിഗഡിൽ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിലുള്ള തെണ്ടി മുസ്ലിം എന്ന നിലയ്ക്ക് അവർ പരിഗണിക്കുന്നുള്ളൂ. സ്ഥാനി മുസ്ലിമൊക്കെ അവിടെ ഉള്ളതാണ്. പിന്നെ അത് ഇവർ അംഗീകരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഇത് അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹിതനായ വൈസ് ചാൻസലറുടെ അനുഭവ കഥയാണ് ഞാനീ പറയുന്നത്. തീയിട്ട് കത്തിച്ച് ആപ്പീസ്, 3.5 കൊല്ലം ആപ്പീസിൽ പോകാൻ പറ്റില്ല. ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയിലായിരുന്നു അവിടെ VC ആയിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ അങ്ങനെ സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ മതേതരത്വം ഉണ്ടെന്നുള്ള ഇത് പറയും. അവിടെ മതേതരത്വം ഇല്ല, ഒന്നുമില്ല. മതരാഷ്ട്രങ്ങൾ, മതം മാത്രമേ ഉള്ളൂ, മതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ഷാജി എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര്, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞില്ലേ. അതാണ് ഒരു മുസ്ലിമിൻ്റെ ശരാശരി കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് തിരുത്താൻ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. അതിനാണ് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.